എല്ലാ കൂട്ടുകാർക്കും, എല്ലാ ഇൻവെസ്റ്റേഴ്സിനും, എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ മൂന്നാം മോഡി മന്ത്രിസഭ അധികാരത്തിലേറി. മന്ത്രിമാർക്ക് വകുപ്പുകളെല്ലാം വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മാർക്കറ്റിൽ എന്താണ് സ്ഥിതി? അതിനു മുമ്പ് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നമുക്കൊന്ന് നോക്കാം. ടെക്നിക്കൽസ് മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കാണാം, 2 ഡബിൾ ടോപ്പ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഏകദേശം നമുക്കറിയാം ഒരു 4 അല്ലെ 5 ട്രേഡിംഗ് ദിവസം കൊണ്ട് വളരെ നല്ല രീതിയിൽ ഏകദേശം ഒരു 1000 പോയിൻറ്റിൻ്റെയിലും കൂടുതൽ മാർക്കറ്റ് കയറി പോയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളെ ലോ. അവിടെ നിന്ന് ഇത്രയും പോയിൻ്റാണ് മാർക്കറ്റ് കയറി നിൽക്കുന്നത്. അപ്പോൾ ടെക്നിക്കൽ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റിൽ ഒരു ചെറിയൊരു കറക്ഷന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു കറക്ഷൻ വേണം ഇത്രയും കയറി നിൽക്കുന്നത്. പക്ഷേ കറക്ഷൻ വേണം എന്ന് വെച്ചാലും അവിടെ വേറൊരു ന്യൂസും കൂടിയും അവിടെ വരാനും ഉണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ന്യൂസ് എന്താ വെച്ചാൽ, പുതിയ സർക്കാർ അധികാരത്തിലേറി അവരുടെ 100 ദിവസത്തെ കർമ്മപരിപാടികൾ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് പെടുക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റോക്കുകളിൽ ഒരു മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. അതുകൂടാതെ മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കാനുള്ള എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ അതിൽ ഉണ്ടെങ്കിൽ അപ്പോഴും മാർക്കറ്റ് ഈ ലെവൽ വിട്ട് നല്ല രീതിയിൽ കയറാനായിട്ട് സാധ്യത ഉണ്ട്. അപ്പോൾ ഈ 2 സിനാരിയോ ആണ് അവിടെ ഉള്ളത്. ടെക്നിക്കൽ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് വീക്കാണ്, കാരണം ഒരു ചെറിയ കറക്ഷന് വേണം എന്തായാലും ഇത്തരം കയറി നിൽക്കും. പക്ഷേ ഫണ്ടമെൻ്റൽ വ്യൂ അല്ലെങ്കിൽ ന്യൂസ് ബേസ് വ്യൂ നോക്കുമ്പോൾ ഈ നല്ല പ്രഖ്യാപനങ്ങൾ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ചാടി മുകളിലേക്ക് കയറാനായിട്ട് സാധ്യത ഉണ്ട്. പക്ഷേ നല്ല പ്രഖ്യാപനങ്ങളില്ല, വെറും കയ്യടിക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ മാത്രം ഉള്ളൂ. എന്ന് വെച്ചാൽ മാർക്കറ്റ് വീണ്ടും നല്ല രീതിയിൽ താഴും. ഏകദേശം 22,600 റേഞ്ചിലേക്കെങ്കിലും മാർക്കറ്റ് ചിലപ്പോൾ വന്നുകൂടായികയില്ല ടെക്നിക്കൽ വെച്ച് നോക്കുമ്പോൾ. അതുകൂടാതെ നമ്മൾ RSI എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ഇട്ട് നോക്കുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ഡൈവർജൻസ് ആണ് വരുന്നത്. അത് താഴേക്കാണ്. നമുക്ക് വീക്കിലി ചാർട്ട് എടുത്ത് നോക്കിയാൽ അതിൻ്റെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധ്യത. മാർക്കറ്റ് കയറിയിട്ടുണ്ട്, പക്ഷേ RSI ഇൻഡിക്കേറ്റർ താഴേക്കാണ് വരുന്നത്. അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് കാണിക്കുന്നത്. RSI ഇവിടെ നിഫ്റ്റി ഇവിടെ മുകളിലേക്കാണ്, പക്ഷേ RSIയുടെ വ്യൂ നോക്കുമ്പോൾ താഴേക്കാണ്. ഇതൊരു നെഗറ്റീവ് ഡൈവർജൻസ് ആണ് ഇവിടെ വീക്കിലി കയറുക. അപ്പോൾ ഇവിടെ ഈ ടെക്നിക്കൽ മാത്രം നോക്കുമ്പോൾ നമുക്കൊരു കറക്ഷന് സാധ്യത കാണുന്നു. പക്ഷേ അവിടെ ഒരു ന്യൂസ് ബേസ് കാണുമ്പോൾ അതിനു വേണ്ടിയായിരിക്കും മാർക്കറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അഥവാ മാർക്കറ്റിന് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് മൂവ്മെൻറ്റ് മുകളിലേക്ക് നയിക്കുന്ന ന്യൂസുകളില്ലെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വരും. അതും നമ്മൾ ഇൻവെസ്റ്റേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ കിട്ടിയ വാർത്തകളനുസരിച്ച് 3 രീതിയിലുള്ള ഒരു കർമ്മ പദ്ധതി ആയിരിക്കും ചെയ്യാൻ. അതായത് പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട ഒരു കർമ്മ പദ്ധതി, അത് A ഡിവിഷനിൽ പെടും. അതായത് 100 ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട ചില കർമ്മ പദ്ധതി. അതിൽ ചിലത് മോഡി ഇന്നലെ സൈൻ ചെയ്തിട്ടുണ്ട്. അത് കാർഷിക മേഖലയിലുമായി ബന്ധപ്പെട്ട ചില ഫയലുകൾ ഇന്നലെ സൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് 100 ദിവസത്തെ ഒരു കർമ്മ പരിപാടി. അതുകൂടാതെ കുറച്ച് മാസങ്ങൾക്കുള്ള ഒരു കർമ്മ പരിപാടി, അത് B കാറ്റഗറിയിൽ പെടുന്നതാണ്. അതുകൂടാതെ C എന്ന കാറ്റഗറി, അത് ലോങ് ടേം വ്യൂയിലേക്കുള്ള ചില കർമ്മ പരിപാടി, അതായത് ചില വർഷങ്ങൾക്ക് ഉള്ള ഒരു കർമ്മ പരിപാടി. അപ്പോൾ ഈ 3 രീതിയിലുള്ള കർമ്മ പരിപാടികളായിരിക്കും മിക്കവാറും പ്രഖ്യാപിക്കുക. അപ്പോൾ അതിൽ പെട്ട സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് വാച്ച് ചെയ്യേണ്ടി വരും. ആ സ്റ്റോക്കുകൾ നല്ലൊരു ബുള്ളിഷും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സപ്പോസ് ഒരു കർമ്മ പദ്ധതി എക്സാമ്പിൾ മാർക്കറ്റ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ റെയിൽവേ ഡിവിഷനിലേക്കും അല്ലെങ്കിൽ റെയിൽവേയിലും പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. പുതിയ ട്രെയിനുകൾ വരാൻ പോണ്, പാത ഇരട്ടിപ്പിക്കൽ, അതുകൂടാതെ റെയിൽവേയിൽ ടിക്കറ്റിൻ്റെ റിസർവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ്സ്
അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വളർച്ചാ സാധ്യത ഗവൺമെൻറ്റിൻ്റെ മുന്നിലുണ്ടെങ്കിൽ ആ റെയിൽവേ സെക്ടറിലുള്ള ഷെയർസ് കയറും. അതുകൂടാതെ ഇന്ത്യയെ മൂന്നാം സാമ്പത്തിക ശക്തിയായി നയിക്കണമെന്നാണ് മോദിയുടെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ബാങ്കിങ് സെക്ടർ ഒന്ന് പരിഷ്കരിക്കണം, ബാങ്കിങ്ങിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ വരണമെന്ന് ഈ മോഡി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ബാങ്കിങ് മേഖലയിലും നല്ലൊരു ഉത്തേജനം ഉണ്ടാവും. ബാങ്കിങ് സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ കയറി പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഏത് മേഖലയിലാണ് വരുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ മേഖലയിൽപ്പെട്ട ഷെയർസ് നല്ല രീതിയിൽ ഉയരും. ഇനി അതല്ല, മോഡി സർക്കാർ നമുക്കറിയാലോ, ഒരു കൂട്ടുകക്ഷി സർക്കാരാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആ കൂട്ടുകക്ഷി സർക്കാരാകുമ്പോൾ ചില ജനങ്ങളുടെ തിരിച്ചടികൾ മോഡി സർക്കാർ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പരിഷ്കാരങ്ങൾ മാറ്റിവെച്ചിട്ട് കയ്യടിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണെന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയണമെങ്കിൽ, ഇപ്പോൾ കർഷകർക്ക് കിസാൻ സമ്മാൻ നിധി 6000 വർഷത്തിൽ കൂടെ അത് 8000 ആക്കി എന്ന് വിചാരിക്കുക, ഒരു ഉദാഹരണം. കിസാൻ സമ്മാൻ നിധി 8000 ആക്കി. അതുകൂടാതെ തൊഴിലുറപ്പുകാർക്ക് കൊടുക്കുന്ന പൈസ അത് കൂട്ടി എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ മാർക്കറ്റിന്, അതായത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉത്തേജനം പകരുന്ന കാര്യങ്ങളല്ല ഇങ്ങനെയുള്ള സബ്സിഡി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് കയ്യടിക്ക് വേണ്ടി അല്ലെങ്കിൽ വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യങ്ങളായിട്ട് മാറും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വരും. കാരണം മാർക്കറ്റിന് ഒന്നും കിട്ടിയിട്ടില്ല. മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ അതിലില്ല. അത് കയ്യടിക്കും വോട്ടിനും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് മാർക്കറ്റ് അതിനെ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും. അപ്പോൾ ഒരു നല്ല രീതിയിലുള്ള കറക്ഷനും സംഭവിക്കാം. അപ്പോൾ ഈ 2 സിനാരിയോയാണ് ഉള്ളത്. ഈ 2 സിനാരിയോ അല്ല, 3 സിനാരിയോ. അത് ടെക്നിക്കലി വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് മാർക്കറ്റിലൊരു കറക്ഷൻ വേണ്ടതാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെന്ന് വെച്ചാൽ മാർക്കറ്റിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ ദിശാബോധത്തെ, ഇന്ത്യയെ സാമ്പത്തികമായി മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങളാണ് ഈ കർമ്മ പദ്ധതികളുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ കയറിപ്പോവും. അത് രണ്ടാമത്തെ കാര്യം. അതായത് റെയിൽവേ, ബാങ്കിങ് സ്റ്റോക്കുകൾ, ഡിഫൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂന്നാമത്തെ ഇടങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കയ്യടിക്ക് വേണ്ടിയിട്ട് കർഷകർക്ക് കൂടുതൽ കിസാൻ പൈസ കൂട്ടുക, തൊഴിലുറപ്പ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് ജനങ്ങൾക്ക് കയ്യിൽ ഫണ്ടെത്തും. പക്ഷേ അതിനനുസരിച്ച് മാർക്കറ്റിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ മുകളിലേക്ക് നയിക്കുന്ന കാര്യങ്ങളില്ലാത്തത് കൊണ്ട് മാർക്കറ്റിൽ ഒരു കറക്ഷൻ. അപ്പോൾ ഇതിലേതാണ് വരുന്നതെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൽപ്പെട്ട സ്റ്റോക്കുകൾ, അതായത് 1ഉം 2ലും, അതായത് പെട്ട സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ ആ സ്റ്റോക്കുകൾ നമ്മൾ നോക്കി വെച്ചിട്ട് അതിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറെടുക്കുക. മൂന്നാമത്തതാണെങ്കിൽ മാർക്കറ്റ് താഴേക്കായിരിക്കും വരിക, അതായത് കയ്യടി നേടാനുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.